കേരളം ഭരിക്കുന്നത് UDF സർക്കാരല്ല, യു ടേൺ സർക്കാരാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് സംബന്ധിച്ച് നിരവധി ട്രോളുകൾ വന്നതുമാണ്. ഇപ്പോഴിതാ വീണ്ടും ഒരു യു ടേൺ. നേരത്തെ പറഞ്ഞതിന് എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യം പറയുന്നു. അതല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഇരുന്ന് പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ തള്ളിപ്പറയുന്നു. കാണാം നമുക്ക് മുഖ്യമന്ത്രി VD സതീശന്റെ വാക്കുകൾ. 2018-ലെയും 19-ലെയും വലിയ പ്രളയത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങൾ, അതിനുശേഷമുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പമ്പ ഉൾപ്പെടെയുള്ള നദികളിലെല്ലാം അന്ന് വന്നടിഞ്ഞ മണ്ണും ഓരോ പ്രളയത്തിലും വന്നടിയുന്ന മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. പത്തനംതിട്ടയിൽ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹം പറഞ്ഞത് 2018-ലെ പ്രളയകാലം അത് കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഒരു പ്രളയം വന്നാൽ അത് തടയാനുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. പമ്പയാറ്റിൽ മണൽ വന്ന് നിറഞ്ഞിരിക്കുന്നു, അത് വാരണം. അത് വാരാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല മുൻ സർക്കാർ, ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. ഇതാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. എന്നാൽ VD സതീശൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം മറന്നുപോയതാണോ അതല്ല മറവി നടിക്കുകയാണോ എന്നതൊക്കെ മറ്റൊരു വിഷയം. മറവി നടിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 2018-ലെ പ്രളയത്തിന് ശേഷം പമ്പയിൽ നിന്ന് മണൽ വാരാൻ, മുഴുവൻ മണൽ നീക്കം ചെയ്യാൻ, പമ്പയ്ക്ക് ആഴം കൂട്ടാൻ നടപടികൾ സ്വീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാർ. അതിന് പൊതുമേഖലാ സ്ഥാപനമായ ക്ലേസ് ആൻഡ് സെറാമിക്സിന് അനുമതി നൽകുകയും ടെൻഡർ നൽകുകയും ചെയ്തിരുന്നു. അവർ നടപടികളുമായി മുന്നോട്ട് പോയി മണൽ വാരി തുടങ്ങി. അപ്പോഴാണ് വലിയ ആരോപണവുമായി രംഗത്ത് വന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അന്നത്തെ UDF നേതാക്കൾ. ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ചെയ്തത്, വിജിലൻസിന് പരാതി നൽകി, വിജിലൻസ് കോടതിയെ സമീപിച്ചു, ഹൈക്കോടതിയെ സമീപിച്ചു, ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചു. സ്വാഭാവികമായും നിയമപ്രശ്നമായി, വലിയ വാർത്തയായി, ചർച്ചയായി. കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു. അന്തിച്ചർച്ച ദിവസങ്ങളോളം നടന്നു. എന്തിനേറെ പറയുന്നു, ഈ പ്രവർത്തനങ്ങളൊക്കെ ചുക്കാൻ പിടിച്ച ചീഫ് സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ കലക്ടർ എന്നിവർക്കെതിരെ നിയമ നടപടി വന്നു. അവർ ബലിയാടുകളാകുന്ന ഘട്ടം വന്നു. അങ്ങനെയാണ് അവസാനം മണൽ വാരൽ നിലച്ചത്. മണൽ വാരിയിരുന്നു. വാരിയ മണൽ പമ്പയുടെ തീരത്ത് തന്നെ സൂക്ഷിച്ചു. പിന്നീട് അവിടെ നിന്ന് അത് നാട്ടിലേക്ക് കൊണ്ടുവരികയും ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യണം. ഇതായിരുന്നു പദ്ധതി. എന്ന് വെച്ചാൽ കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് പോലും ഉണർവുണ്ടാകുന്ന തരത്തിൽ പുഴയിലെയും ഡാമുകളിലെയും മണൽ വാരി ന്യായമായ വിലയ്ക്ക് വിതരണം ചെയ്യുക, അതായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി. അതിനെയാണ് തുരങ്കം വെച്ചത്. എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്നത് അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ രീതിയായിരുന്നു. പക്ഷേ ഇത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. അന്ന് ആ മണൽ വാരൽ കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ദുരിതമുണ്ടാകുമായിരുന്നില്ല. വാരിയ മണൽ കൊണ്ടുപോകാൻ കഴിയാതെ അവിടെ തന്നെ കിടന്നു. പിന്നീട് വന്ന മഴ ആ മണൽ വീണ്ടും പുഴയിലേക്ക് എത്തിക്കുന്ന സ്ഥിതി ഉണ്ടാക്കി. എന്ന് വെച്ചാൽ വാരിയ മണൽ വീണ്ടും പുഴയിലെത്തി എന്നർത്ഥം. ഇതായിരുന്നു കഴിഞ്ഞ UDF സർക്കാർ ചെയ്തത്. അന്ന് കോടതിയെ സമീപിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. അന്നത്തെ UDF നേതാക്കൾക്ക് എല്ലാം ഇക്കാര്യം അറിയാം. UDF നേതാക്കൾ ഒന്നൊന്നായി ടെലിവിഷൻ ചാനലുകളിൽ കയറി അന്തിച്ചർച്ച നടത്തി. അഴിമതി 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 എന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ പറയുന്നു മണൽ വാരണം എന്ന്. മണൽ വാരിയിരുന്നെങ്കിൽ ഇത്ര വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന്, ഇത്രയും വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന്. അപ്പോൾ ആരാണ് ഈ ദുരിതത്തിന് ഉത്തരവാദി? UDF ആണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. UDF-ന്റെ എല്ലാ നീക്കങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുത്ത ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനാണ്. ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 20ഓളം പേരാണ് മരിച്ചത്. ആ മരണത്തിന് ഒരു പരിധിവരെ ഉത്തരവാദി കേരളത്തിലെ UDF ആണ് എന്ന് പറയാം. കാരണം അവരാണ് അന്ന് മണൽ വാരലിനെ എതിർത്തത്, മണൽ വാരൽ ഇല്ലാതാക്കിയത്.